ഇന്ത്യൻ ഫുട്ബോൾ ടീം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് നടത്തുന്നത്. 2024 ന്റെ തുടക്കം മുതൽ ഒരു വിജയം മാത്രം നേടിയ ബ്ലൂ ടൈഗേഴ്സ് 2023 ജൂലൈയിൽ ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 100 ടീമുകളിൽ ഇടം നേടിയ ടീം ഇപ്പോൾ 133 സ്ഥാനത്തേക്ക് താഴ്ന്നു. ഇഗോർ സ്റ്റിമാക്കിന്റെ നേതൃത്വത്തിൽ ഫിഫ ലോകകപ്പ് 2026 യോഗ്യതാ മത്സരങ്ങളിൽ തോറ്റതിനുശേഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുഖ്യ പരിശീലകനായി മനോളോ മാർക്വേസിനെ കൊണ്ടുവന്നു. ഇന്ത്യൻ ഫുട്ബോളിലെ മനോളോ മാർക്വേസിന്റെ പാരമ്പര്യം കണക്കിലെടുത്ത് ആരാധകർക്ക് അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പ്രതീക്ഷകളുണ്ടായിരുന്നതിനാൽ ഈ മാറ്റം വളരെയധികം പ്രശംസിക്കപ്പെട്ടു. ഹൈദരാബാദ് എഫ് സി ഗോവ എന്നിവയുമായി പരിശീലകൻ വിജയകരമായ ബന്ധങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. 2024 ജൂലൈ 20 ഇന്ത്യൻ ഫുട്ബോൾ ടീം മാനേജരായി സൈൻ ചെയ്ത മനോളോ മാർക്വേസ് ഇന്ത്യൻ ഫുട്ബോളിനായി മികച്ച കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞു. എന്നാൽ അതിനുശേഷം അന്താരാഷ്ട്ര വേദിയിൽ തന്റെ ക്ലബ്ബ് ടീമുകളുടെ ഫോം ആവർത്തിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് കീഴിൽ ബ്ലൂ ടൈഗേഴ്സ് ആകെ 8 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യ മാലിദ്വീപിനെതിരെ ഒരു വിജയം മാത്രം നേടി 3 തോൽവികൾക്ക് കീഴടങ്ങി. 4 മത്സരങ്ങൾ സമനിലയായി. സമീപകാല മത്സരങ്ങളിലെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പ്രകടനം കണക്കിലെടുത്ത് ബ്ലൂ ടൈഗേഴ്സിന്റെ പരിശീലക സ്ഥാനത്തുനിന്ന് മനോളോ മാർക്വേസ് സ്ഥാനമൊഴിയുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF പ്രസിഡന്റ് കല്യാൺ ചൌബെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ചില വ്യക്തത നൽകിയിട്ടുണ്ട്. മനോളോ മാർക്വേസ് വളരെ മികച്ച ഒരു പരിശീലകനാണ്. ഇന്ത്യൻ ഫുട്ബോളിനെയും കളിക്കാരെയും കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹം നേടിയ വിജയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പരിശീലകൻ തുടരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നിരവധി കോളുകൾ ലഭിച്ചു. ജൂൺ 29 ഞങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. അവിടെ ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കും, അദ്ദേഹം പറഞ്ഞു. എന്നാൽ മനോളോ മാർക്വേസ് ഇനി ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൽ തുടരില്ലെന്നും കഴിഞ്ഞ സീസണിൽ കലിംഗ സൂപ്പർ കപ്പ് നേടിയ FC ഗോവക്കൊപ്പം സ്പാനിഷ് പരിശീലകൻ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു.